കൺസോളിലേക്ക് വരുവാണെങ്കിൽ ടാറ്റയുടെ ഒറിജിനൽ ആയിട്ടുള്ളൊരു ടാറ്റയുടെ കീ കേട്ടോ. ഒരു ടാറ്റയുടെ മാൻസ് ആണ് കേട്ടോ. 2010 വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ടാറ്റയുടെ സ്ക്രാച്ച് ആയിട്ടിരിക്കുക. അതുപോലെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുവാണെങ്കിലും മ്യൂട്ട് തുറക്കുവാണെങ്കിൽ അത്യാവശ്യം എൻ്റെ കറക്റ്റായി നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് ഞാനിപ്പോഴും ആദ്യമായിട്ട് അറിയുന്നു. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടാറ്റയുടെ മാൻസ് ആണ് കേട്ടോ. 2010 മോഡൽ ഒരു മാൻസ് ആണ്. വെൽ നീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഒരു ഗ്രേ കളറാണ്. സത്യം പറഞ്ഞ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു വല്ലാത്തൊരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഗ്രില്ലിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മാൻസയുടെ അത് തനതായ ശൈലിയിലുള്ള ഗ്രില്ലും കാര്യം വെൽ നീറ്റായിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹെഡ്ലൈറ്റിലേക്ക് നോക്കുവാണെങ്കിൽ തനതായ ടാറ്റയുടെ ഒറിജിനൽ ആയിട്ടുള്ള ലൈറ്റും ടൈലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ക്രോമിലൊക്കെ തന്നെയാണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ നമുക്ക് വിൻഷീൽഡും ബമ്പേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. വെൽ നീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഡിസൈൻ പാർട്ട് അത്യാവശ്യം വെൽ നീറ്റായിട്ട് തന്നെ ബാക്കിലേക്ക് തന്നെ പോകുന്നുണ്ട്. അത്യാവശ്യം വിൻഷീൽഡ് ആണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഏരിയയിലുള്ള ഗ്ലാസ് ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോണറ്റിൽ തന്നെ 2 വാഷർ വരുന്നുണ്ട്. സൈഡ് മിററൊക്കെയാണ്. നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അത് ഒറിജിനലായിട്ടുള്ള ഒരു മാൻസയുടെ ഇൻഡിക്കേറ്റർ തന്നെയാണ്. പിന്നെ ആയൂറ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ സൈഡ് മിററും കാര്യങ്ങളൊക്കെ തന്നെ ഓട്ടോ മിറർ ആണോ എന്ന് അറിയത്തില്ല. സാധാ ഒരു മിററും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ 2010 ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഉണ്ട്. നമുക്ക് പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ടാറ്റയുടേതായ ക്വാളിറ്റിയേ ഉള്ളൂ. അല്ല വേറെ അധികം എക്സ്പെക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറുവാണെങ്കിൽ ഈ ഒരു സീറ്റ് പഴയതാണ്. നമ്മുടെ ഈ ഒരു മാറ്റ് പുതിയതടിച്ച കേട്ടോ. പുതിയതടിച്ചപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്തതേ ഉള്ളൂ. നമുക്ക് അകത്തോട്ട് കയറുവാണെങ്കിൽ ഇവിടെ സൈഡ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കൈ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ AC ആണെങ്കിലും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മീറ്റർ കൺസോൾ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കീ ഇട്ടിട്ട് ഇതാണ് ടാറ്റയുടെ കീ കേട്ടോ. അന്നത്തെ 2010 വരുന്ന കീ ആണ്. ഈ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. സാധാ നോർമൽ കീ തന്നെയാണ്. നമുക്ക് ഇതിലേക്ക് ഇടുവാണെങ്കിൽ ഇൻഫർമേഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. RPM മീറ്റർ വരുന്നുണ്ട്. പിന്നെ സ്പീഡോമീറ്ററും കാര്യങ്ങളും, പിന്നെ ഫ്യൂവൽ അങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ, ഹീറ്റിങ്ങിൻ്റെ സംഭവങ്ങളും. പിന്നെ ഈ ഒരു ഗ്ലാസ് ഇത്ര പോരാ, ഇത് പൊട്ടിയിട്ടിരിക്കുക, സ്ക്രാപ്പ് പോലെ സ്ക്രാച്ച് ആയിട്ടിരിക്കുക. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുവാണെങ്കിലും മ്യൂട്ടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ തനതായ ശൈലിയിലുള്ളൊരു സംഭവം. പിന്നെ കൺസോളിലേക്ക് വരുവാണെങ്കിൽ ടാറ്റയുടെ ഒറിജിനലായിട്ടുള്ളൊരു ഓഡിയോ സിസ്റ്റം തന്നെയാണ്. അതിൻ്റെ അകത്ത് ഓഡിയോ ഡിസ്ക്
ഈസി അങ്ങനെ കോൾ അറ്റൻഡിങ് സംഭവവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അസാഡിൻ്റെതും പിന്നെ റെയിൻ്റെ സംഭവങ്ങളും പിന്നെ ഈസിയുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ തരുന്നതായ നോർമലായിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്സിൻ്റെ സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഗിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ 2 കുപ്പിയൊക്കെ വെക്കാവുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളും പിന്നെ ഓക്സിൻ്റെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ അന്ന് 2010 തൊട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെൻട്രലായിട്ടൊരു ടെമ്പറേച്ചറും ടൈമിങ്ങും കിലോമീറ്ററിൻ്റെ ഒരു ആവറേജ് സംഭവങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇത് വെച്ചിരിക്കുന്നതുകൊണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ടിലൊരു കൺസോളും അത്യാവശ്യം ഒരു വേറൊരു ഫീൽ തന്നെയാണ്. ഒരു ബീച്ച് കളറാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബീച്ച് കളറാണ്. പിന്നെ നമുക്ക് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല, പൊട്ടിയിരിക്കുകയാണ് സൈൻവെറുടെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടേക്കാണ്. അത്യാവശ്യം അഴുക്കും പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് 2010 ആണല്ലോ, സീറ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം അഴുക്കും പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. സീറ്റൊക്കെ ആണെങ്കിലും കണ്ടോ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഹെഡ് റൂഫ് ഇച്ചിരി പ്രശ്നമാണ് ഇതിൻ്റെ അകത്ത്. നമുക്ക് ബാക്ക് ഡ്രോ കൂടി ഒന്ന് കയറി നോക്കാം. ഇതൊക്കെയാണ് സൈഡിൽ അകത്തെ ഇൻറ്റീരിയറിൻ്റെ അവസ്ഥ. ബാക്കിലെ അവസ്ഥ കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ബാക്കിലാണെങ്കിലും സെയിം ആ ഒരു മെത്തേഡ് തന്നെയാണ്. അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ ഇരിക്കാൻ ഇച്ചിരി കംഫർട്ടാണ്. നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിൽ 2 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റെഡ് റൂഫൊക്കെ അത്യാവശ്യം നല്ല വെൽ നീറ്റാണ്. എനിക്ക് തോന്നുന്നത് AC ഇല്ലാതെ AC ഇട്ട് ഓടിക്കുന്ന, ഗ്ലാസ് അധികം താത്താതെ ഉറക്കം ഓടിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ഓണർഷിപ്പിലുള്ള വണ്ടിയല്ല. അത്യാവശ്യം വെൽ നീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അകത്ത അവസ്ഥ ഇതാണ്. നമുക്കൊന്ന് ഡിക്കിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഡിക്കി തുറക്കുവാണെങ്കിൽ അത്യാവശ്യം സ്ലിറ്ററും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. തനതായ ടാറ്റയുടെ ഒറിജിനലായിട്ടുള്ളൊരു സ്പെയർ കിറ്റ് തന്നെയാണ് ഇത്. അനക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് അടിയിലേക്ക് നോക്കുവാണെങ്കിൽ സ്പെയർ ടയർ വരുന്നുണ്ട്. അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും വർഷമായില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം. നമുക്ക് സ്പീക്കറിൻ്റെ ഇതിൽ 2 സ്പീക്കർ വരുന്നില്ല കേട്ടോ, ഡോർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിക്കിയുടെ അവസ്ഥ ഇതാണ്. തുറന്നു നോക്കാം. എൻജിൻ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്. എൻ്റെ കറക്റ്റായി നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ എൻജിൻ ഭാഗങ്ങളൊക്കെ. എത്ര CC കാര്യങ്ങളൊന്നും വരുന്നില്ല. ടർബോ ചെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഈ ബോണറ്റ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇരുന്നോളും കേട്ടോ. ഇതിന് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് ഞാനിപ്പോഴും ആദ്യമായിട്ട് അറിയുന്നു.